നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അത് ഞാനങ്ങനെ അറിയാനാ? എന്റെ കുട്ടികളും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. അവരെന്റെ അടുത്ത് വന്ന് കുറച്ച് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. തിരിച്ചു തരാൻ കപ്പാസിറ്റി ഉള്ള ആർക്കും ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കും. പക്ഷെ വരുന്നവരാരാണ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം പണം എടുത്തു കൊടുക്കാൻ. DK, പലയിടങ്ങളിൽ പല ബിസിനസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ചില നഷ്ടങ്ങൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടാവുന്നത് സ്വാഭാവികം എന്ന് കരുതി ഇതുപോലെ കുടുംബത്തിൽ കയറി ചതിക്കുകയല്ല വേണ്ടത്. ചതിച്ചെന്നോ? ഞാനോ? നിങ്ങളുടെ കുട്ടികൾ എന്റെ അടുത്ത് പണം ആവശ്യപ്പെട്ടു വന്നപ്പം ഞാനവരെ സഹായിച്ചതാണോ ചതി? എന്തായാലും നിങ്ങൾ വിളിച്ചു നന്നായി. ഞാനും നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ കുട്ടികളെ അല്ല, അവരാണ് എന്നെ ചതിച്ചത്. അവരെനിക്ക് എന്ന സ്ഥലത്തിന്റെ ആധാരങ്ങൾ മുഴുവനും ഫേക്കാണ്. ആ പണം എനിക്ക് തിരിച്ചു കിട്ടണം. നിങ്ങളുടെ കുട്ടികളിൽ നിന്നും അതെങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് എനിക്കറിയാം. സുന്ദരത്തിന് DK അറിയാലോ. അതുകൊണ്ട് വെല്ലുവിളി വേണ്ട. എന്റെ കുട്ടികളെ നീ ചതിച്ചുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ട DKയുടെ തനി സ്വരൂപം നീ കാണും. DK, നിങ്ങളുടെ കുട്ടികളാണ് എന്നെ ചതിച്ചത്. 2 ദിവസം, 2 ദിവസം ഞാൻ അവർക്ക് സമയം കൊടുക്കും. അതിനകം അവരെന്റെ ഇടപാട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടും. കുട്ടികൾ മാത്രമല്ല, നിങ്ങളും. അപ്പൊ എത്രയും പെട്ടെന്ന് എന്റെ ഇടപാട് സെറ്റിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിച്ചോളൂ. എന്നെ വിശ്വസിച്ചവരെ ഞാൻ ഇതുവരെ ചതിച്ചിട്ടില്ല. നിന്റെ ഇടപാട് അണാപ്പായി തീർത്ത് ഞാൻ തന്നിരിക്കും. നീ ഇപ്പൊ പോ, നമുക്ക് കാണാം. ശരി. $3.5 കോടി എടുത്തു ചാടി ഇറങ്ങി പുറപ്പെട്ടതിന്റെ നഷ്ടം 3.5 കോടി. എങ്ങനെ തിരിച്ചു കൊടുക്കും? നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം അയാളുടെ കയ്യിലുണ്ട്. ജയിലിൽ പോയി കിടക്കേണ്ടി വരും 4 പേരും. 3.5 കോടിയോ? അയ്യോ, നീ എന്താ മോനെ പറയുന്നേ? സത്യം, ഞാൻ അറിയാതെ ബിസിനസ് നടത്താൻ സുന്ദരത്തിനോട് പലിശയ്ക്ക് വാങ്ങിയത് 3.5 കോടിയാണെന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവന്മാര് മാത്രമാണ് കുടുങ്ങിയതെങ്കിൽ സാരമില്ലാന്ന് വെക്കാം. ഒന്നും അറിയാത്ത ഈ പെൺകുട്ടികളെയും കൂടി ഇവന്മാര് കൊണ്ടുപോയി കുരുക്കി. DKയുടെ മരുമക്കൾ വഞ്ചനാ കേസിൽ ജയിലിൽ പോയെന്ന് പറഞ്ഞാ നാട്ടിൽ നല്ല പേരായിരിക്കും. ആ ലാൻഡ് എന്നവർ ഞങ്ങളെ ചതിച്ചത് നിങ്ങളാണ് എന്നെ. എന്റെ നെഞ്ചിലെ ചൂടേറ്റല്ലേ നീയൊക്കെ ഉറങ്ങിയതും വളർന്നതും. എന്നിട്ടും എന്നെ ചതിക്കാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? മായേ, എന്താ DK? ഇതിനെക്കുറിച്ച് നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല DK, എനിക്കൊന്നും അറിയില്ല. Shut up. നുണ പറഞ്ഞ് എന്നെ ഇനിയും പറ്റിക്കാമെന്ന് കരുതരുത്. ഇവരെന്നോട് സത്യം പറയാൻ തുടങ്ങിയപ്പോഴും നീ വിലക്കി. എന്തിന്? സത്യം ഒളിപ്പിക്കാനുള്ള നിന്റെ വെപ്രാളം ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. DKയുടെ ആൺമക്കളെ DK കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള എന്റെ എല്ലാ പദ്ധതികളും അവിടെ പൊളിഞ്ഞു. അല്ല, DK പൊളിച്ചു.
നിശബ്ദമായി വേട്ടയാടാൻ ഇരയെ കാത്തുകിടക്കുന്ന ഒരു സിംഹത്തെ പോലെയാണ് DK. പക്ഷേ ഞാൻ ഇനിയും ശ്രമിക്കും. എന്റെ ജാതകത്തിൽ ഞാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടുള്ളതൊന്നും പരാജയപ്പെട്ടിട്ടില്ല. നിന്നെ ഈ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയതടക്കം ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോ എനിക്ക് ടെൻഷനുണ്ട്. DK അയാളുടെ ആൺമക്കളിലൂടെ ചന്ദ്രഭാനുവിലേക്കും അവിടുന്ന് സുന്ദറിലേക്കും എത്തിയാൽ അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നത് ഞാനാണെന്നറിഞ്ഞ DK പിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതെനിക്കുറപ്പാ. DKയുടെ തകർച്ച അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇഷ്ടിക അടുക്കും പോലെ DKയ്ക്ക് മുകളിൽ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ അടുക്കി വയ്ക്കും. അതിൽ നിന്ന് തല മാറ്റാൻ DKയ്ക്ക് സമയം കിട്ടില്ല. DK എന്ന പേരും പെരുമയും ഇല്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ അയാൾ നിൽക്കുന്ന ദിവസം, അതാ എന്റെ സ്വപ്നം. ആ പിന്നെ നിന്നോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നിനക്ക് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത. നിനക്ക് ഇനി അധികം ആയുസില്ല. ഇപ്പോ നിന്റെ ഉള്ളിൽ ദുർബലമായി ചിമ്മുന്ന പ്രാണൻ, നിന്റെ കുഞ്ഞു ശ്വാസം, അത് തിരിച്ചെടുക്കാൻ സമയമായി സൂര്യ. യു ജസ്റ്റ് വെയിറ്റ്. പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. അതൊത്തു വന്ന അടുത്ത നിമിഷം നിന്നെ ഞാൻ കൊല്ലും. ഇവളാ എല്ലാം നശിപ്പിച്ചത്. ഇനി ക്ഷമിക്കണോ ഞാൻ? അകത്തേക്ക് പോ. പോകാൻ. നിനക്ക് എന്നോട് ദേഷ്യമാണോ മോളെ? എന്നോടാ ഇവിടെയുള്ള എല്ലാവർക്കും ദേഷ്യം. നിന്റെ മരുമക്കളും 3 പേർക്കും നിന്നെ ഇഷ്ടമില്ലെന്ന് അമ്മയ്ക്കറിയാം. എന്നിട്ടും അവരുടെ മുന്നിൽ വെച്ച് ഈ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചത്. അതിനിപ്പോ എന്താ? എന്റെ അമ്മയല്ലേ എന്നെ അടിച്ചത്. തെറ്റ് ചെയ്താ അച്ഛനമ്മമാര് മക്കളെ ശിക്ഷിക്കില്ലേ? എനിക്കതില് വിഷമമൊന്നുമില്ല. ഞാനും അവരുടെ പക്ഷം ചേർന്നെന്ന് നിനക്ക് തോന്നിയോ മോളെ? ഇല്ലമ്മേ, അമ്മയുടെ മനസ്സ് എനിക്കറിയില്ലേ. മോളെ, മുകളിലിരിക്കുന്ന ദൈവം ഒന്നും അറിയാതെയല്ല ആളുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നത്. ചേരേണ്ടത് ആരൊക്കെ തമ്മിലാണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ചിലപ്പോ തമ്മിലടിക്കും, പരസ്പരം വഴക്കിടും, പിണങ്ങും, ഇണങ്ങും ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ചു കഴിയുമ്പോ എല്ലാം ഭംഗിയായിട്ട് തീരുകയും ചെയ്യും. എന്റെ മോന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഇപ്പോ ഉള്ള ചിത്രം മാറണം. അത് മാറ്റാൻ
നീ തന്നെ മുൻകൈ എടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണോന്ന് അമ്മ പറയുന്നേ? അതൊക്കെ നീ തന്നെ ആലോചിച്ച് എന്ത് വേണമെന്ന് വെച്ചാ അത് ചെയ്തു. പക്ഷേ അവന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ചിന്ത മാറണം. നിന്നെ അവൻ ഇഷ്ടമാകണം. എനിക്ക് അത്രേ വേണ്ടു. അത് നിന്നെ കൊണ്ട് സാധിക്കും. ഐ ആം ഷുവർ. ബേട്ടി, നീ ഈ വീടിന്റെ മരുമകളാണ്. മിസ്സിസ് ഹിറ്റ്ലർ. ആ പദവിയിൽ ഒഴിഞ്ഞു പോകാൻ ദൈവം നിന്നെ ഒരിക്കലും അനുവദിക്കില്ല. ബേക്കറിക്കാരി, നീ എന്തായി കാണിച്ചത്? ഞാനെന്ത് ചെയ്തു? പാല് കുടിച്ചു. അല്ലാതെ ഞാനെന്ത് ചെയ്തു? 2 ഗ്ലാസ്സിൽ പാല് വെച്ചിരുന്ന അതിന്റെ അർത്ഥം എന്താ? പാല് കുടിക്കണം. അല്ലാതെ എന്താ അർത്ഥം? അത് ശരി, 2 ഗ്ലാസ്സിലുള്ളതും കൂടി ഒരാൾ ഒരുമിച്ചെടുത്ത് വിഴുങ്ങണം എന്നാണോ എന്റെ അർത്ഥം? അത് 2 പേർക്കുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഓ അങ്ങനെ. ഇത്രയ്ക്ക് യൂസ്ലെസ് ആണോ നീ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഹേ, യൂസ് ഇല്ലാത്ത ഒരു വസ്തുവും ഈ ഭൂമിയിലില്ല. എപ്പോഴും ഇങ്ങനെ യൂസ്ലെസ് യൂസ്ലെസ് എന്ന് പറയാതെ. അന്നത്തെ പോലെ ഞാൻ കള്ളൊന്നും കുടിച്ചില്ലല്ലോ. പാലല്ലേ. നിനക്ക് മാനേഴ്സ് തീരെയില്ല. ഒരു ഗ്ലാസ് പാലിന് വേണ്ടിയാണോ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? കുഞ്ഞായിരുന്നപ്പോ പോലും പാലിന് വേണ്ടി ഞാൻ ഇത്രയും അടി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എന്താ പാല് കണ്ടിട്ടില്ലേ? എന്താ എന്താ പറഞ്ഞു? അല്ല, ഈ വീട്ടിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കണമെങ്കിൽ പോലും കണക്ക് പറയണോ എന്നാ ഞാൻ ചോദിച്ചത്. ഹോ, ഇത്രയും വയലൻസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് വയലൻസ് ആണോ? പിന്നല്ല സൈലൻസാ. നീ ഒരു ന്യൂസൻസ് ആണ്. നോൺസെൻസ്. എന്റെ പൊന്നി ഹിറ്റ്ലറെ, സുപ്രിയയുടെ ശ്രാദ്ധ ദിവസം എങ്ങനെ ഗംഭീരാക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുവാ ഞാൻ. അപ്പോഴാ നിങ്ങൾ ഒരു ഗ്ലാസ് പാലിന് വേണ്ടി കണക്ക് പറയുന്നത്. നിന്നോട് അതിലൊന്നും ഇടപെടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. സോറി ഹിറ്റ്ലർ. അമ്മ പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മ എന്നോട് പറഞ്ഞത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കി കണ്ടങ്ങ് ചെയ്യാൻ. വേണ്ട, നീ സുപ്രിയയുടെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇന്നലെ രാത്രി ഇത്തിരി പാല് കുടിച്ചതിന് ആ ഡിക്ക് എന്തൊക്കെയാ പറഞ്ഞ? പറച്ചില് കേട്ടാത്തൊന്നും ഈ നാട്ടിലെ പാല് മുഴുവൻ കുടിച്ചു പറ്റിക്കുന്ന ഞാനാണ്. ഈ ഹിറ്റ്ലറിന് ഒരു വിലയും ഇല്ലല്ലോ. നോക്കിക്കോ, ഒരു ദിവസം എന്റെ വില എന്താന്ന് ഡിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. പരിശീലനത്തെ നമ്പറാണല്ലോ. ഹലോ ഹലോ, ഇത് മിസ്സിസ് ജ്യോതിയുടെ ഫോണല്ലേ? അല്ലല്ലോ, മിസ്സസ് DKയുടെ ഫോണാ. നിങ്ങളാരാ വിളിക്കുന്നത്? സോറി മാഡം, ഇത് ദേശം ഫിലിംസിന്റെ ഓഫീസിൽ നിന്ന്. എന്ത് ഫിലിംസ്? ദേശം ഫിലിംസ്. ഞങ്ങളൊരു പുതിയ സിനിമ നിർമ്മിക്കാൻ പോകുന്നു. ആരായിരുന്നു ഫോണിൽ? ഞാൻ പണ്ട് ഓഡീഷന് ഒരു ഫോട്ടോ അയച്ചിരുന്നു. അവര് വിളിച്ചതാ ചെല്ലാൻ. ഞാൻ ഒഴിവ് പറഞ്ഞത് ഒഴിഞ്ഞു. അതെന്തിനാ വേണ്ടെന്ന് വെച്ചേ? നീ ആക്ട് ചെയ്യണം. നിന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരും തടസ്സം നിൽക്കുന്നത്? അതൊന്നും വേണ്ടമ്മേ. ഇനിയിപ്പോ അതിന്റെ പേരില് കളിയാക്കലും വഴക്കും ഒന്നും വേണ്ട. ബേട്ടി, ഞാൻ നിന്നെ അടിച്ചതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ മറക്കും മോളെ. അയ്യോ, അമ്മ എന്നെ അടിച്ചതില് എനിക്ക് യാതൊരു വിഷമമില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. ഇതൊന്നും അല്ല. ഇതിപ്പോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞാ മതി. പിന്നെ എന്റെ 3 മരുമക്കളും കൂടി എന്നെ അങ്ങ് പരിഹസിക്കും. എന്തിനാ വെറുതെ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ബേട്ടി, നോ, നീ എന്റെ മരുമകളാ. നിന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. സോ യു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഗേൾ. അന്നേ നീ ആ സീതയുടെ വേഷം കെട്ടിയപ്പോഴേ നീ ഭയങ്കര സുന്ദരിയായിരുന്നു. അഭിനയായാലും ഡാൻസ് ആയാലും നീ അത് ഭംഗിയായിട്ട് ചെയ്യും. നിനക്കേ ഫുൾ സപ്പോർട്ട് ഞാനുണ്ട്. നീ ധൈര്യമായിട്ട് ഇറങ്ങ്. ഇപ്പൊ നിന്നെ പരിഹസിക്കുന്നവർ തന്നെ നാളെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഹീറോയിൻ ഉണ്ടെന്ന് അന്തസ്സോടെ പറയുന്ന ഒരു കാലം വരും.
ശരിയാക്കി തരാം. ചേട്ടാ ആ ഫോണും തരുമോ? ഞാൻ ഈ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ എത്തുന്ന വിവരം ഒന്ന് മെസ്സേജ് അയക്കാനാണേ. ശരി, തരാം. ഇവളെക്കാള് ശല്യം ഇവളുടെ ഫോണായല്ലോ. ഹലോ, ജ്യോതി അല്ലേ? സമയത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടും. സമയത്ത് തന്നെ എത്തിക്കോളും. അവള് നിങ്ങളുടെ ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഫോൺ മറന്നു വെച്ചു. അതെ, ഓഡീഷന് സമയമായി. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ ഞങ്ങളിവിടെ. അതുകൊണ്ടാ വിളിച്ചത്. ഇനി ഈ ഫോണിൽ വരുന്ന ഓരോ കോളും ഞാൻ എടുക്കേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, തിരിച്ചു എന്ന് അവളെ തന്നെ ഏൽപ്പിക്കാം. ആരാടാ ഒറ്റിയത്? അറിയില്ല ബോസ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വിവരം തന്നയാൾ ഒറ്റുകാരൻ ആരാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ബോസ്, ഒറ്റയാളെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. ആരാണവൻ? ഇന്ന് തന്നെ അവന്റെ കഥ കഴിക്കണം. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്ക. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഓട്ടോയിൽ മയക്കുമരുന്നുണ്ടെന്നുള്ള വിവരം സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? ആരടാ അത്രയ്ക്ക് ധൈര്യമുള്ളവൾ? എത്രയും പെട്ടെന്ന് അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. നമ്മളെ ചതിച്ചവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. യെസ് ബോസ്. അല്ല, ഞാനെന്തിനാ അവൾക്ക് ഈ ഫോൺ ഓഡിഷൻ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത്? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം, പിന്നെ ശല്യമില്ലല്ലോ. ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളപ്പോഴാ അവളുടെ ഒരു ഉണക്ക ഫോൺ.
അല്ല, ഇടത് കയ്യിൽ കുത്താം. ഇടത് കയ്യിൽ കുത്തുമ്പോ പെട്ടെന്ന് ബ്ലഡിലോട്ട് സ്പ്രെഡ് ആവും. ഇത് നമുക്ക് ചന്തിക്ക് കുത്തിയാലോ? ഇതാണ് കാത്തു നിന്നിട്ട് കാര്യമില്ല. ഡു ഓർ ഡൈ. എന്റെ പൊന്നി ഹിറ്റ്ലർ, നിങ്ങൾ വന്നോ? ഇവന്മാർ ഇപ്പൊ എന്നെ വിഷം കുത്തിവെച്ച് കൊന്നേനെ. ഹിറ്റ്ലറെ നിർത്തരുത്. ആരും അടിക്കരുത്. ഈ സാറ് നമുക്ക് കാശ് കൊണ്ടുവന്ന. എവിടെ കാശട്. അങ്ങനെ യോ, ബാഹുബലിയെ കണക്കും മസിലും വച്ചോണ്ട് നിൽക്കാതെ അടിയടാ, എഴുന്നേറ്റ് വന്ന് അടിയടാ. അടി അവനെ വിടരുത്. ഹിറ്റ്ലർ പുറകില്. വിടരുത്, പിടിയവനെ. അടിയടാ, ഇനി അടിയടാ. തല്ലടാ. അടിയടാ. എന്തടാ? ഹിറ്റ്ലർ, എന്നെ അഴിച്ചുവിട്. ഇതൊന്ന് അഴിച്ചു. അമ്മേ, എന്റെ താവളത്തിൽ വന്നു കയറി എന്റെ ആൾക്കാരെ തല്ലുന്നോടാ. തീർത്തുകളയും നിന്നെ ഞാൻ. കാട്ടിലെ മൃഗങ്ങൾ പോലും അവളെ ഒന്നും ചെയ്യില്ല. നാശം. ഏതെങ്കിലും വഴിക്കങ്ങ് പോയാ മതിയായിരുന്നു. ഓഡീഷനൊക്കെ എന്തായി കാണാവോ?
അമ്മയുടെ മരുമോള് കാരണം ആ സിനിമാക്കാര് തമ്മിലടിച്ച് പിരിയാതിരുന്നാ മതിയായിരുന്നു. മായ, നോ ബാഡ് കമന്റ്സ്. എന്റെ മരുമകളെ കുറിച്ച് അനാവശ്യം പറയരുത്. അല്ല, വീട്ടിലുള്ളവരെയൊക്കെ തമ്മിലടിപ്പിക്കുന്നതാണല്ലോ അവളുടെ ശീലം. ആ നിലയ്ക്ക് നോക്കി മതി അധിക പ്രസംഗം. മനുഷ്യരുടെ ആദ്യം പിടിച്ച് നിൽക്കുമ്പോ അതിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കരുത്. നിന്റെ ഈ സ്വഭാവം നോട്ട് ഗുഡ് മായ. യു കോൾ DK. എന്നിട്ട് രാവിലെ അവളെ എവിടെയാ കൊണ്ടു വിട്ടതെന്ന് ചോദിക്ക. ഫാസ്റ്റ് ഫാസ്റ്റ്. എന്തൊരു സ്നേഹം! മരുമകളെ പറഞ്ഞപ്പോ അമ്മായിയമ്മയ്ക്ക് കൊണ്ടു. അത്രയ്ക്കല്ലേ അമ്മായിയമ്മയെ സോപ്പിട്ട് വെച്ചിരിക്കുന്നത്. അമ്മേ, DKയുടെ ഫോണും സ്വിച്ച് ഓഫാ. അയ്യോ, ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ വിചാരിച്ചത് തന്നെ. രാവിലെ പോയ വഴിക്ക് രണ്ടും കൂടെ ഫൈറ്റും കൂടി അവൻ അവളെ വല്ല മാർക്കറ്റിൽ ഇറങ്ങി വിട്ടിട്ടുണ്ടാവും. ചുവർ ഗുരുവായൂരപ്പ, എന്റെ ഡോക്ടറെ നീ കാത്തോളണേ. മയെ, നീ ഓഫീസിൽ വിളിച്ചേ DKയോടൊന്ന് വിളിച്ചു ചോദിക്ക. എന്റെ നമ്പരില്ല, ഒന്ന് വിളിച്ച് ചോദിക്കണേ. ഓ, ഈ അമ്മ സമ്മതിക്കത്തില്ല. ഹലോ, അമ്മേ, DK ഇന്ന് ഓഫീസിൽ ചെന്നിട്ടില്ലെന്ന്. ചെന്നിട്ടില്ലേ? ഓ മൈ ഗോഡ്. ഇനി ഞാൻ എന്റെ ജ്യോതിമോളെ എവിടെ കണ്ടുപിടിക്കുക എന്റെ ഭഗവാനെ? റെസ്റ്റോറന്റിൽ ചെന്നിട്ടില്ല. അർജന്റ് ആണെന്ന് പറഞ്ഞ മീറ്റിംഗിന് DK പോയിട്ടില്ല. രണ്ടുപേരുടെയും ഫോണും സ്വിച്ച് ഓഫ്. ഈശ്വര, അവള് DKയെ മയക്കിയോ? രണ്ടുപേരും കൂടെ എവിടെ പോയി? ദൈവമേ, ഉള്ള സമാധാനം പോയല്ലോ. വിശന്നിട്ട് വയ്യ. ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. ഒന്ന് വേഗം വാ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കണോന്ന്. എന്തിനു ദുഷ്ടനാ നിങ്ങള്? നിക്ക് 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 നിക്ക്. കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നോ? എനിക്ക് വിശക്കണോന്ന്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഇത് 5 സ്റ്റാർ ഹോട്ടലല്ല, കൂടും കാണാം. എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോഴാ അവളൊരു തീറ്റ പ്രാന്ത്. മര്യാദ കിടക്കാൻ നോക്കും. ഇതാ കൊള്ളക്കാരൻ. ആരാ നിങ്ങള്? ഞങ്ങള് ഒരു അബദ്ധത്തിൽ ഈ കാട്ടിൽ വന്ന് പെട്ടതാ. അബദ്ധത്തിലാ? പുറത്തേക്കുള്ള വഴിയറിയാതെ വിഷമിച്ചിരിക്കുക. അല്ല, നിങ്ങളാരാ? പേടിക്കണ്ട, ഞാൻ ഫോറസ്റ്റ് ഗാർഡാ. ഈ കാടിന് വെളിയിലെത്താൻ ഇനി എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇനി ഈ കാടിന് പുറത്തെത്താൻ 10 കിലോമീറ്റർ നടക്കണോ? അതെ, സന്ധ്യ ആവാൻ തുടങ്ങി. ഇപ്പൊ കാടിറങ്ങാൻ പറ്റില്ല. രാത്രിയിൽ വഴിയിൽ ആനക്കൂട്ടങ്ങളുണ്ടാവും. പിന്നെന്ത് ചെയ്യും? എനിക്ക് വിശക്കണോ? കാടിനുള്ളിൽ ഞങ്ങൾ ഫോറസ്റ്റുകാർക്ക് താമസിക്കാനുള്ള ഒരു ഏറുമാടമുണ്ട്. രാത്രി അവിടെ തങ്ങിയിട്ട് രാവിലെ ഞാൻ പുറത്തെത്തിക്കാം. അപ്പോ ഇന്ന് കാടിറങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പാണോ? അതെ, ഇപ്പൊ തന്നെ ഇരുട്ട് വീണു തുടങ്ങി. വേഗം ഏറുമാടത്തിലെത്തണം, ഇല്ലെങ്കിൽ അപകടാ. എനിക്ക് വിശക്കണോ? സാരമില്ല, കഴിക്കാനുള്ളതൊക്കെ ഞാൻ എത്തിക്കാം. വരൂ. മോളെ, നിന്റെ ജീവിതം മാത്രമല്ല, അമരാവതി വീട് മുഴുവൻ തകർക്കാനുള്ള പ്ലാനില്ല അവൻ. അത് അനുവദിക്കാൻ പറ്റില്ല. അത് കൊള്ളാലോ, പുതിയൊരു കണ്ടുപിടുത്തം. സ്വന്തം സഹോദരി ജീവിക്കുന്ന കുടുംബം തകർക്കും പോലും. ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിനാശിനെ മാത്രമേ വിവാഹം കഴിക്കൂ.
ഓർമ്മിക്കാൻ പ്രത്യേകിച്ചൊരു ദിവസം എനിക്ക് ആവശ്യമില്ല. നിന്റെ ഓർമ്മയിൽ തന്നെയാ ഞാനെപ്പോഴും. നീ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ഇന്നത്തെ ദിവസം നീ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേയുള്ളൂ. ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് എങ്ങനെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വിളിക്കാറുന്നത്. ഇയാളിങ്ങ് തിരിച്ചു വന്നോ? ഇനി DK അറസ്റ്റ് ചെയ്യാനുള്ള തെളിവും കൊണ്ട് വന്നതാണോ? ഈ ഓർമ്മ ദിവസം നീ വിളക്ക് കത്തിക്കുന്നാവും സുപ്രിയയ്ക്ക് കൂടുതൽ സന്തോഷം. ദാ കത്തിക്കേ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. കൊള്ളാം. ബലം കണിയിക്കാൻ വന്നവന് ഡ്രസ്സ് സമ്മാനം നൽകുന്നോ? ഈ DK ഒരു മണ്ടനാണോ അതോ എല്ലാവരുടെയും മുന്നിൽ മണ്ടൻ കളിക്കുവാണോ? താങ്ക്സ്. ഹലോ സിബി, ഓർമ്മ ദിവസം നോക്കി തന്നെ തിരികെ എത്തി. സെന്റിമെന്റൽ അപ്രോച്ച്. ഞാൻ വന്നത് എന്റെ അനിയത്തിയുടെ ഓർമ്മ പുതുക്കി സായുജ്യടാനല്ല, പിന്നെ ഇവിടെ നടക്കുന്ന ഈ ഓർമ്മയുടെ നാടകം അവസാനിപ്പിക്കാനാ. DK എതിർത്തോ? പക്ഷെ കർമ്മങ്ങൾ മുടക്കുന്ന എന്തിനാ? അവന്റെ കൈകൊണ്ട് എന്റെ അനിയത്തിക്ക് ശ്രാദ്ധം കൂട്ടുന്ന എനിക്കിഷ്ടമല്ല. സുപ്രിയ അയാളുടെ ഭാര്യയായിരുന്നു. ഭാര്യയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ഭർത്താവിനല്ലാതെ മറ്റാർക്കാണ് അവകാശം? കൊന്നവന്റെ പിണ്ടച്ചോറ് എന്റെ പെങ്ങക്ക് വേണ്ട. കൊന്നു എന്ന് പറയുന്നതല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. നീ ഇപ്പൊ DKയുടെ വക്കീലാണല്ലോ. ഞാൻ എനിക്ക് മുഖംമൂടിയൊന്നും അണി. എന്തായാലും പറ്റിയത് പറ്റി. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. DK തന്ന പണിഷ്മെന്റ് അതുപോലെ അംഗീകരിക്കാം, അത്രേ ഉള്ളൂ. നിന്റെയൊക്കെ വാക്കുകേട്ടല്ലേ ഇതും ഇതിനപ്പുറം സംഭവിക്കും. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ഞങ്ങളിപ്പോ DKയുടെ മക്കളല്ല, സിമന്റ് ഗോഡൌണിലെ ജോലിക്കാരാ. DKയുടെ മുഖത്ത് നോക്കുമ്പോ തന്നെ കുറ്റബോധം കൊണ്ട് മനസ്സ് വല്ലാണ്ടാവും. ഞങ്ങൾക്കിനി ഇവിടെ ഒന്നിനും ഒരു വോയിസില്ല. ആ ജ്യോതിയുടെ പരിഹാസത്തിലുള്ള ചിരി കാണുമ്പോ തന്നെ ദേഷ്യം വരും. നിങ്ങൾക്ക് DK പണിഷ്മെന്റ് തന്നു, ജ്യോതിയോട് ക്ഷമിക്കുകയും ചെയ്തു. അത് ആ സമയത്ത് അമ്മ അവളെ രക്ഷിച്ചതല്ലേ. നമ്മൾ വിചാരിച്ചത് അമ്മ അവളെ ദേഷ്യപ്പെട്ട് അടിച്ചോന്നാ. പക്ഷെ അടി കൊടുത്തിട്ട് അമ്മ അവളോട് പറഞ്ഞത് അകത്തേക്ക് കയറി പോന. അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടത്. സ്വന്തം ബിസിനസ് ഉണ്ടാക്കാൻ പോയതാ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചതിക്കപ്പെട്ടു. ആ വസ്തു തന്നവൻ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, അവന്റെ മോന്തയിടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഇനി രോഷം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ആ ഡോക്യുമെന്റ്സ് കിട്ടിയപ്പോ അത് വെരിഫൈ ചെയ്തിട്ടേ പണം കൊടുക്കാൻ പാടുള്ളായിരുന്നു. പറ്റിപ്പോയ തെറ്റ് ഇനി ആവർത്തിക്കണ്ട. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു? ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുക DK.
ചെയ്ത തെറ്റിന് നല്ല കുറ്റബോധമുണ്ട്. ഇനി കുറ്റബോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വേറെ റെഡിയായി വാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? അതൊക്കെ പറയാം. തെറ്റ് പറ്റിയാൽ തിരുത്തണം. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം. വേഗം പോയി റെഡിയായിട്ട് വാ. പണവും നമ്മുടെ കയ്യിൽ, പ്രോപ്പർട്ടിയും നമ്മുടെ കയ്യിൽ. അന്ന് നമ്മൾ വില പറഞ്ഞ ഫ്ലോട്ട് DK കാരണമാ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം നമ്മൾ ഇതിൽ വസൂലാക്കി. കളികൾക്ക് പിന്നിലെ യഥാർത്ഥ കളിക്കാരൻ ഞാനാണെന്ന് DKക്ക് ഇപ്പോഴും അറിയില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ആ മറ്റേ ചെക്കനില്ലേ, നിന്റെ അളിയന്റെ ബ്രദർ, അവനെ ഞാനെങ്കിൽ പൊക്കും. പിന്നെ അവന്റെ ജീവൻ വെച്ച് ഞാൻ DKയോട് വിലപേശി. ഞാൻ പറഞ്ഞ പണം പറഞ്ഞ സമയത്തിനുള്ളിൽ DK ഇവിടെ കൊണ്ടുതരും. ഐ ആം ഷുവർ. മക്കളുടെ ജീവൻ വെച്ച് ഒരു കളിക്കും അയാൾ നിൽക്കില്ല. അയാളുടെ ശക്തിയും ദൗർബല്യവും എല്ലാം ആ കുടുംബമാണ്. അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറാവും. നോക്ക്, എന്നൊരു ടൈമിംഗ് DK എത്തിക്കഴിഞ്ഞു. കാര്യങ്ങൾ താങ്കൾ ഡീൽ ചെയ്തോ, ഞാനൊന്ന് മാറി നിൽക്കാം. ശരി ശരി, താൻ മാറിക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളെത്തി. ഞാൻ എവിടെയും ഓൺ ടൈമാണ് സുന്ദർ. ഒരിടത്തും താമസിക്കാറില്ല. ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തിരിക്കും. ഞാൻ അവിനാഷിനോട് സംസാരിച്ചത്. അത് തന്നെ ഞാൻ ചോദിച്ചത്. നീ എന്തിനാ ഇവനോട് സംസാരിച്ചത്? ഇനി മേലിൽ ഇവനോട് സംസാരിക്കരുത്. ചതിയണ ഇവൻ, സ്വന്തം ഭാര്യയെ ചതിച്ചവൻ. മതി, നിർത്ത്. ഇപ്പൊ സംസാരിച്ചത് തന്നെ ധാരാളം. ആരെ ബോധിപ്പിക്കാനാ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നേ? എനിക്കിതൊക്കെ അറിയാം. പക്ഷെ അറിയേണ്ടത് നിനക്ക് ഇതുവരെ അറിയില്ല പ്രിയേ. മനസ്സിലാക്കേണ്ടത് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ടാ നീ ഇവനെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നേ. ആഹാ, പ്രിയമോളെ, ആ പ്രിയമോളെ, വാട്ട് ഈസ് ദിസ്? എന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല, അച്ഛനമ്മയൊന്നും വന്നില്ലേ? ഇല്ലമ്മേ, അവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ വന്നത്. ഓ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, യു കം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ, കമോൺ, കം കം കം. ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്ന ഈ പരിഹാസം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് അവസാനിപ്പിക്കും. എടേ, നീ ഒരു വെറും യൂസ്ലെസ്സാ. നീ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കല്യാണം നടക്കും.
അതിലൊരു മാറ്റവും ഇല്ല. നിന്റെ അനിയത്തിയെ ഞാൻ എന്റെ ഭാര്യയായിട്ട് വാഴിക്കും. നോക്കിക്കോ. അത് നിന്റെ തോന്നലാടാ. പെണ്ണിന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. അകത്ത് കിടക്കുന്ന നിന്റെ ഭാര്യയെ പോലെയാണ് എല്ലാ സ്ത്രീകളും നീ വിചാരിക്കണ്ട. അവളോട് ചെയ്ത പോലെ എന്റെ അനിയത്തിയോട് ചെയ്താലുണ്ടല്ലോ, പിന്നെ നീ ജീവിച്ചിരിക്കില്ല. ഓർത്തോ. ഓടി. വർഷത്തിലെ ഈ ദിവസം എങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കടന്നുപോകും. എന്റെയും നിന്റെയും ബർത്ത്ഡേകൾ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എത്ര ദിവസങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോ കൊല്ലത്തിൽ ഒരു ദിവസം, അതും നിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ നിനക്ക് ബലിയിടുന്നു. ഈ ദിവസം എനിക്ക് മരണതുല്യമാണ് സുപ്രിയ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോലും ഇതുപോലെ അഭിനയിക്കുന്ന നടന്മാരെ കണ്ടിട്ടില്ല. പ്രാണനെ പോലെ നിന്നെ സ്നേഹിച്ചവളെ ക്രൂരമായി കൊന്നിട്ട് അവളുടെ മുമ്പിൽ അഭിനയിക്കുന്നു. റാസ്കൽ, നിന്റെ അഭിനയം കൊണ്ടൊന്നും എന്റെ മനസ്സ് മാറില്ല. താഴേക്ക് വാടിയിക്ക്. നിനക്കുള്ള കെണി ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നിന്റെ ഈ പൂജ ഞാൻ മുടക്കിയിരിക്കും. ഇങ്ങനെ ആരതി ഒഴിയുന്നത് സുപ്രിയയ്ക്ക് സന്തോഷവും. പിടിച്ചോ. ഈ ബേക്കറിക്കാരി, നീ എന്തേ കാണിച്ചത്? ഈ പൂജ മുടക്കാനാണോ നീ വന്നത്? യൂസ്ലെസ്. കൈവെള്ളയിലല്ല ആരതി കത്തിക്കേണ്ടത്, താലത്തിലാ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇത് എന്റെ ജയരാമന്റെ ആഗ്രഹമാണ്. പക്ഷെ സുപ്രിയയുടെ ആഗ്രഹം ഇതല്ല. ആരതി ഒഴിഞ്ഞോളൂ. ഈ ചടങ്ങിനിടയിൽ നിങ്ങളുടെ കൈ പൊള്ളിയ അത് അപശകുനമാണ്. സുപ്രിയയുടെ ആത്മാവിന് അത് വേദനിക്കും. മോനെ, ഇവള് പറയുന്നത് ശരിയാ. ചടങ്ങിനിടയിലെ കൈ പൊള്ളുന്നത് ശരിയല്ല. ആരതി വാങ്ങി ഒഴിഞ്ഞോളൂ.
സെക്യൂരിറ്റി ആവാൻ പറ്റില്ല, ഓർത്തോ. ഈ പാല എന്റെ കഴുത്തി കിടക്കുന്നവരെ ഞാൻ ഇയാൾക്ക് കാവൽ നിൽക്കും, ജീവൻ കൊടുത്തും രക്ഷിക്കും. യഥാർത്ഥ DK ഞാൻ കാണിച്ചു തരാം. കാത്തിരുന്നു. അതിനി അധിക ദിവസങ്ങളില്ല. നിനക്ക് ബുദ്ധിയില്ലേ? കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ? അതോ അനുസരിക്കില്ല എന്നുള്ള വാശിയാണോ? അമരാവതിയിലെ ചടങ്ങിന് നീ പോയാ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ പ്രിയെ അങ്ങോട്ട് അയച്ചത്? ഇങ്ങനെ കിടന്ന് നിലവിളിക്കാൻ അവള് കാട്ടിലേക്കൊന്നും അല്ലല്ലോ പോയത്, അമരാവതിയിലേക്കല്ലേ. അവിടെ അവൾക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ റഫറിയെ പോലെ അവൾക്ക് ചുറ്റും നടക്കാൻ നിങ്ങളുടെ പുന്നാര മോളും ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അവളെ ഭാര്യയുള്ള ഒരു തന്റെ തലയിൽ കെട്ടിവെക്കാമെന്നാണോ? അതോ അവൻ ആവശ്യപ്പെട്ടോ അവളെ അങ്ങോട്ട് അയക്കാൻ? നിന്നോട് പോകാനല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് പോവാൻ സൗകര്യമില്ല, അതുകൊണ്ട് അവളെ അയച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ചെന്ന് വിളിച്ചോണ്ട് പോരെ, അല്ലാതെ ഞാനെന്ത് പറയാനാ. അമരാവതിയിലെ ചടങ്ങിന് പോകാൻ പറ്റാത്തത്ര എന്ത് ജോലിയാ നിനക്കിവിടെ ഉണ്ടായിരുന്നത്? നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് മാത്രം എപ്പോഴും തിരക്ക്. നേരം വെളുത്ത് എഴുന്നേക്കുന്നത് മുതൽ പാതിരാത്രി വരെ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യുന്ന എനിക്കൊരു തിരക്കുമില്ല. 3 നേരം ആഹാരം ഉണ്ടാക്കണം, തുണിയലക്കണം, വീട് വൃത്തിയാക്കണം, മുറ്റം തൂക്കണം. ഈ അധ്വാനം വല്ലതും നിങ്ങൾക്കുണ്ടോ മനുഷ്യ? പിന്നെ അവളുടെ ഒരു അധ്വാനം അനാവശ്യം കാണിച്ചിട്ട് നിന്ന് വർത്താനം പറയുന്നത് കണ്ടില്ലേ? എടി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ഏതെങ്കിലും ഒരു പെറ്റമ്മ ചെയ്യുന്ന പണിയാണോ നീ കാണിച്ചത്? അവൾ അവിടെ ചെന്ന് നിങ്ങളുടെ മോളുടെ കുടുംബം ബോംബ് വെച്ച് തകർക്കാനൊന്നും അല്ലല്ലോ പോയത്. അല്ല പിന്നെ നിക്ക്. അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ എന്റെ മോൾ എന്നുമല്ല പഠിച്ചത്. അല്ലെങ്കിലും എന്നേക്കാൾ സ്നേഹം അച്ഛന് ചേച്ചിയോടാ. ചേച്ചി എന്ത് ചെയ്താലും അത് ന്യായം, ഞാൻ ചെയ്ത അധിക പെറ്റ്. അല്ലെങ്കിലും എന്നെ എന്റെ മോളെ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ. ഞങ്ങള് വെറും 7-ാം. എന്തായി തീരുമാനം? അമ്മയോട് സംസാരിച്ചോ? ഇല്ല. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ DK. പഴയതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എനിക്കും. നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ, എത്രയും വേഗം. ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. എനിക്ക് നല്ല ഭയമുണ്ട്. ഇനിയും ഭയന്നിരുന്ന നമുക്ക് മുന്നിൽ ജീവിതം ഇല്ലാതാവും. അത് വേണോ? പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോകാം. അതിനു മുമ്പ് അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതുമാത്രം മതിയോ? ജ്യോതി ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണം. ഒഴിവാക്കിയേ പറ്റൂ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. തയ്യാറായിരുന്നോളൂ അമരാവതിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക്. ബേക്കറിക്കാരി, നീ എന്തേ കാണിക്കുന്നേ? കണ്ടില്ലേ ഈർക്കിലെ വിളിക്കുന്നു. ഇവിടെയെല്ലാം ഓലക്കാലം കൊണ്ടിട്ട് വൃത്തികേടാക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. ഈ ഓലക്കാല് കീറിയല്ലേ ഞാൻ ഈർക്കിലെടുത്തത്. ഈ ഓലക്കാലെല്ലാം വീടിനകത്താണോ കീറിടുന്നത്? നിനക്കിതെല്ലാം പുറത്തു വെച്ച് ചെയ്തൂടെ? യൂസ്ലെസ്. വീടിനകം മുഴുവൻ വൃത്തികേടാക്കി. ദേ, മര്യാദയ്ക്ക് വേഗം ഇതെല്ലാം കൂടി വാരി കളഞ്ഞൂടെ വൃത്തിയായിക്കൊള്ളാം. എന്റെ പൊന്നി ഹിറ്റ്ലറെ,
നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. വീടിനകം മുഴുവൻ വൃത്തികേടാക്കിയിട്ട് പിന്നെ നിന്ന് വാചം അടിക്കുന്നു. മര്യാദക്ക് ഇതെല്ലാം കൂടി പെറുക്കിയെടുത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞോളാം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. പറഞ്ഞേക്കാം. സ്വന്തം ഭാര്യയെ മോളിൽ നിന്ന് വലിച്ചെറിയെന്ന് പറയാൻ നിങ്ങൾക്ക് നാവ് പൊങ്ങുന്നുണ്ടല്ലോ. അതിന് നിന്നെ എന്റെ ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ട് വേണ്ടേ? ചതിയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കല്ലേ ഹിറ്റ്ലറെ. പറ്റുമെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കും. ഈർക്കിൽ കളിക്കാൻ വേണ്ടിയാണോ നീ ഈ വീടിനകത്ത് ഇത്രയും സാഹസം കാണിച്ചത്? ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ കളിക്കുന്ന കളിയാ ഈർക്കിൽ കളി. നിനക്ക് പറ്റും. മന്ദബുദ്ധികളുടെ രാജ്ഞിയാണല്ലോ നീ. ശരി, സമ്മതിച്ചു. ഞാൻ മന്ദബുദ്ധി തന്നെയാ. പക്ഷെ ബുദ്ധിമാനായ ഈ ഹിറ്റ്ലറിന് എന്റെ കൂടെ ഈർക്കിൽ കളിച്ച് ജയിക്കാൻ പറ്റുമോ? ഇത് ഒരുപാട് കോൺസെൻട്രേഷൻ വേണ്ട കളിയാ. നിന്റെ കൂടെ ഈർക്കിൽ കളിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഈർക്കിലി കളി പോലും വല്ല ചെസ് കളിയോ ക്രിക്കറ്റ് കളിയോ ആണെങ്കിൽ കോൺസെൻട്രേഷൻ വേണം, ബുദ്ധി വേണം. ഇതിലേതാണാവോ ഭവാൻ ഇഷ്ടപ്പെട്ട കളി? ക്രിക്കറ്റോ ചെസ്സോ? ക്രിക്കറ്റ്. എന്നാ പിന്നെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഒരു മത്സരത്തിന് നിങ്ങൾ തയ്യാറാണോ? ക്രിക്കറ്റ് കളി അറിയാവുന്നവരുടെ കൂടെ വേണം കളിക്കാൻ. അതിന്റെ ABCD അറിയാത്ത നിന്റെ കൂടെ കളിക്കാൻ ഞാനില്ല. തോറ്റുപോകുന്ന പേടിച്ചിട്ടാ? ക്രിക്കറ്റിൽ ഞാൻ തോക്കില്ല. ഞാനേ നല്ല ഒന്നാം തരം ബാറ്റ്സ്മാനാ. നിങ്ങൾ ബാറ്റ്സ്മാനോ ബൌളറോ എന്ത് വേണേലും അയക്കോ. എന്നെ ക്രിക്കറ്റ് കളിച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ജന്മത്ത് പറ്റില്ല. തോപ്പിച്ചാലോ? നിന്നെ കൊണ്ടുള്ള ശല്യം അതോടെ തീരുവോ? അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം. ശരി, ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫർ തരാം. ഈ ലോകത്ത് എനിക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ഓഫർ. എന്ത് ഓഫർ? ക്രിക്കറ്റ് കളിച്ച് നിങ്ങൾ എന്നെ തോൽപ്പിച്ച എന്നെ കൊണ്ട് നിങ്ങൾക്കുള്ള ശല്യം അതോടെ തീരും. ഭഗവാനെ, ഈ കളിയിൽ ഞാൻ തോറ്റ അതോടെ എന്റെ കാര്യം തീർന്നു. ഒറ്റയടിക്ക് ഇവിടെ ഈ വീടിന്റെ ബൗണ്ടറി കിടക്കണം. മൈ ലിറ്റിൽ കണ്ണ, ഈ പേട്ടി വലിയ ഡേഞ്ചർ സോണിലാണല്ലോ നിൽക്കുന്നത്. സെഞ്ചുറി എടുക്കുന്ന ബാറ്റ്സ്മാനാണ് DK എന്ന് ഇവക്ക് അറിയില്ല. ഇവന്റെ കയ്യിൽ ബാറ്റ് കിട്ടിയ പിന്നെ ഇവൻ മാറ്റാടിയാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ബേട്ടിയെ സേവ് ചെയ്യണേ.
അതിനുള്ള തെളിവുകൾ ഈ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയത്. ആ തെളിവുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. നോജയ, നീ പറയുന്നൊന്നും സത്യമല്ല. എന്റെ ജീവനായ സുപ്രിയെ കൊല്ലാൻ എനിക്ക് കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? നിങ്ങൾക്കെന്താ പറഞ്ഞ മനസ്സിലാവൂലേ? നിങ്ങളെല്ലാം സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചതിന് നിങ്ങൾ തരുന്ന കൂലിയാണോ ഇത്? എന്റെ മോനെ അത് ചെയ്യില്ല. ഡി.കെ. ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഡി.കെക്കെതിരെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തുക. ഇതിന് പിന്നിൽ നിങ്ങൾക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. അവിനാശ്, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് വെളിയിൽ പോണം. സോറി മായ, മറ്റൊരു വഴിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ. ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. കാക്കിയിട്ടവന്റെ വിധിയാ അത്. എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. എന്റെ മോനെ അറസ്റ്റ് ചെയ്യുന്നു. എന്റെ മോൻ ഒരിക്കലും അത് ചെയ്യില്ല. അങ്ങനെ തന്നെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ സംസാരിക്കുന്ന തെളിവുകളുണ്ട്. അത് കള്ളമല്ല, സത്യമാണ്. 100% സത്യം. ഇത് ഡി.കെയുടെ ലോക്കറിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത റെക്കോർഡറിനകത്തുള്ള കാസറ്റ്. ഇതിൽ സുപ്രിയയുടെ മരണമൊഴിയുണ്ട്. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് വിശ്വാസമാവും. എന്റെ ഫോണിലുണ്ട്, ഞാൻ കേൾപ്പിക്കാം. ഇങ്ങനെ ഒരു മരണമൊഴി പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാൻ ചെയ്യട്ടാ. ഡി.കെ നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുന്തോറും ഡി.കെയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. പുറത്ത് കാണുന്ന ഡി.കെ അല്ല അകത്തുള്ളത്. ഒരു ആക്സിഡന്റിൽ ഞാൻ മരിച്ചു പോയാൽ പോലും അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നായിരിക്കില്ല. ഇങ്ങോട്ട് നടക്ക. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നടക്ക. നീ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് പോരാനൊന്ന് കേക്ക്. വാടി ഇങ്ങോട്ട്. വാടി അമ്മേ. വാടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാടി ഇങ്ങോട്ട്. നടക്കടി. ഈ വീടിന് നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഈ നിമിഷം അവസാനിച്ചു. ഇത്രയും നാൾ അമ്മായിയമ്മയുടെ വേഷം കെട്ടി നീ ഇവിടെ ആറാടി തിമിർത്തു. ഇനി മതി. ഞങ്ങൾ നിന്നെ ഇതുവരെ അംഗീകരിക്കാതിരുന്നത് ഡി.കെ നിന്നെ അംഗീകരിക്കാതിരുന്നതുകൊണ്ടാ. പക്ഷേ ഡി.കെയെ ചതച്ച് അറസ്റ്റ് ചെയ്യിക്കാൻ വന്നവളാണ് നീയെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. പൊയ്ക്കോ, മേലിൽ നീ പടി ചവിട്ടി പോകരുത്. അവസരം കിട്ടിയപ്പോ നിങ്ങൾ 3 പേരും കൂടി എന്നെ ഗേറ്റിന് പുറത്ത് പിടിച്ച് തള്ളി. ഇതിന് മറുപടി പറയാൻ എനിക്കിപ്പോ സമയമില്ല. പക്ഷെ ഒന്നും ഓർത്തോ, ഇത്രയും നാളും ഡി.കെയെ രക്ഷിക്കാൻ തന്നെയാ ഞാൻ ഇവിടെ നിന്നത്.
ഡി കെ എന്റെ ഭർത്താവാ. നീയൊക്കെ എത്ര നിഷേധിച്ചാലും നിയമപരമായി ഞാൻ ഡി കെയുടെ ഭാര്യ തന്നെയാടി. ഡി കെ ഞാൻ രക്ഷിക്കും. ഡി കെയോടൊപ്പം മാത്രമേ ജ്യോതി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ. അതുവരെ ചതിച്ചവളെന്നോ വഞ്ചിച്ചവളെന്നോ എന്ത് വേണേലും എന്നെ വിളിക്കാം. പക്ഷെ ഒരു ദിവസം എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. അന്ന് നീയൊക്കെ തന്നെ എനിക്ക് വേണ്ടി ഈ ഗേറ്റ് തുറന്നു തരും. ഓടി. അങ്ങനെയാ ശല്യം ഒഴിഞ്ഞു. ഇതുവരെ നമ്മൾ ചെയ്തതിനെ ആരും കുറ്റം പറയില്ല. ഇനി എത്രയും വേഗം ഡി കെ രക്ഷിച്ചേ പറ്റൂ. നിനക്കത് എവിടെ കാര്യം? ഡി കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട തെളിവുകൾ ശേഖരിച്ചു തന്നതോടെ നിന്റെ ജോലി കഴിഞ്ഞു. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു. ഒരു ഭാര്യയും ചെയ്യാത്ത ഉത്തരവാദിത്വമാണ് നീ ചെയ്തത്. എനിക്ക് ഡി കെ കാണണം. എന്തിന്? അയാളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. ഞങ്ങൾ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി തെളിവുകൾ അയാളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തൊന്ന് വിട്ടയക്ക്. എനിക്ക് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഇനി അയാൾ ഇവിടുന്ന് വീട്ടിലേക്കല്ല, ജയിലിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ തെറ്റാണ്. ഒരിക്കലും ഡി കെ സുപ്രിയെ കൊല്ലില്ല. അതൊക്കെ ഇനി കോടതി തീരുമാനിക്കും. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ വീട്ടിലുള്ളവരാരും ആരെയും ദ്രോഹിക്കുന്നവരല്ല. അവരുടെ സ്നേഹം എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചതാ നിങ്ങളുടെ അനിയത്തി. നിങ്ങളൊരു സഹോദരനെ പോലെയല്ലേ ഡി കെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത്? ആ അമ്മ അവിടെ തളർന്നു കിടക്കുക. ദയവ് ചെയ്ത് ഡി കെ വിട്ടയക്കണം. കൊള്ളാം കൊള്ളാം. ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ ഇങ്ങ് വന്നല്ലോ. പക്ഷേ രക്ഷയില്ല. ഇനി ആ ഹിറ്റ്ലർ ജയിലിനകത്തായിരിക്കും ജീവിതകാലം മുഴുവൻ. അതിനുവേണ്ട ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. ഡി കെ ചതിക്കാൻ അവസരം കാത്തിരുന്ന ചെന്നായിയാണ് നീ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം മിസസ് ഹിറ്റ്ലർ. നിനക്ക് വേണ്ടി ഒരിക്കൽ എന്നെ സസ്പെൻഡ് ചെയ്യിച്ചവനാ ഡി കെ. നീയാണ് എന്നെയും ഡി കെയും തമ്മിൽ ശത്രുക്കളാക്കിയത്.
നിന്റെ വാക്ക് വിശ്വസിച്ച് അയാള് എന്നെ തല്ലി. അവിനാഷ്, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഈ കേസിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. ജ്യോതി, എത്രയും വേഗം നീ ഇവിടുന്ന് തിരിച്ചു പോണം. ഇല്ല, മരിക്കേണ്ടി വന്നാലും DK കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. എനിക്ക് അദ്ദേഹത്തെ ജാമ്യത്തിൽ എടുത്തേ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ജാമ്യം കിട്ടാൻ ഇത് വെറും പെറ്റി കേസല്ല, സ്വന്തം ഭാര്യയെ കൊന്ന കേസാ. സ്വന്തം ഭാര്യയെ കൊല്ലാൻ വീടിന് മുകളിൽ നിന്ന് തള്ളിയിട്ടതും കുറ്റമല്ലേ? ആ കിടപ്പിൽ നിന്ന് സൂര്യ എണീറ്റ ആദ്യം അവൾ നിന്റെ കരുണത്തടിക്കും. എനിക്ക് ഇവിടെ ഭ്രാന്ത് കണ്ടിരിക്കാൻ താല്പര്യമില്ല. ദേവി ഇവരൊന്ന് പറഞ്ഞുവിടൂ. എന്തൊരു നോയ്സൻസ് ഇവര്. CBI അറസ്റ്റ് ചെയ്ത കുറ്റവാളിയാണ് DK. വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പറ്റില്ല. ജ്യോതി, ഇപ്പൊ തിരിച്ചു വയ്ക്കോ. ഇല്ല, ഞാൻ കാരണമാ ഇപ്പൊ ആ മനുഷ്യനകത്ത് കിടക്കുന്നത്. അദ്ദേഹത്തെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. കുറ്റബോധം കൊണ്ട് മാപ്പ് പറയാനാണോ? അതെ, ഇന്ന് വരെ DK തെറ്റുകാരനാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു കുറ്റത്തിനും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. മാന്യമായിട്ടും അന്തസ്സായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. സുപ്രിയെ കൊന്നത് DK ആണെന്നും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ആ ധാരണ ശരിയാണ്. അത് കോടതി തീരുമാനിക്കണം. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണം. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല, ചോദ്യം ചെയ്ത് തീർന്നിട്ടുമില്ല. നിയമത്തിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഇനി ജാമ്യം കൊടുക്കണോ വേണ്ടെന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണാൻ ഭാര്യയ്ക്കുള്ള അവകാശം ഒരു കോടതിയും തള്ളിക്കളയില്ല. DK കാണാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല.